എനിക്കറിയാം നിന്റെ മനുവട്ടനെ നീ ഇവിടെ ഇട്ട് പുഴിപ്പിക്കില്ലെന്ന്. എനിക്കറിയാം മോളെ. I love you. Accounting is the art of recording, classifying, summarizing in terms of. എന്ന് വെച്ചാ അക്കൗണ്ടൻസി. I love you. സ്ക്രിപ്റ്റിലില്ലാത്തത് കൃഷ്ണക്ക് താടിയും വീശ. അതിപ്പോ മനുവട്ടൻ അറിഞ്ഞില്ലേ? കൃഷ്ണ വലുതായ കൂടെ കൃഷ്ണയുടെ താടിയും വീശയും വലുതായി. കളിച്ചു കയറ്റിയെന്ന് പറഞ്ഞ ഒരുമാതിരി തോന്നിയസം കാണിക്കില്ലേ? എന്നാ ഒരു കാര്യം ചെയ്യാം, അല്പസമയം നിങ്ങൾക്കും എനിക്കും യവക്കും ഒരു ബ്രേക്ക്. എവിടെയാണ് കൃഷ്ണ? കൃഷ്ണ വീട്ടിൽ നിന്ന് വിടത്തില്ലെന്ന്. അതിനെ വിടത്തിന് കാരണം എന്നാ? അത് നീ തന്നെ കാരണം. ഞാൻ കാരണോ? എടാ പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞ അവളെ എന്തിനാ വിളിച്ചു വരുത്തത് നീ? എന്റെ വിഷനല്ലേ, ഞാനത് ഏപ്രിൽ ഫുൾ ആഘോഷിച്ചതാ. ഒരു മാസം എത്ര ഏപ്രിൽ ഫുൾ ഉണ്ടാ? എന്നോട് നീയൊക്കെ അങ്ങനെ സംസാരിക്കരുത്. ഈ കോളേജിൽ നാടകം കളിച്ച് മഴവിപ്പിച്ചിട്ടുള്ളവനാടാ ഞാൻ. അതിനാടാ നിന്റെ അച്ഛന്റെ പേര് വിഭാണ്ടകൻ എന്നാണോ? ഒരു ആർട്ടിസ്റ്റ് ആണോ അവൻ? നീ എന്തോ ഇങ്ങനെ പറയുന്ന? നാടകം കളിച്ച് മഴ പെയ്പ്പിച്ചെന്ന്. എങ്ങനെയാടാ നാടകം കളിച്ച് നീ മഴ പെയ്പ്പിച്ചത്? ജൂൺ ജൂലൈ മാസത്തിൽ നാടകം വെച്ച എന്തായാലും മഴ പെയ്യും. കണ്ടോ, ഇവനെ ഒരുത്തരെ കൂട്ടി അന്ന് മുതൽ ഇവിടെ പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യവും മാത്ര. എടാ നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോടാ താടി? എന്റെ മമ്മി പോലും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. സഞ്ജിത ബേബി എനിക്കൊരു ഉമ്മ തരൂ. ബാക്കി ഞാൻ ഉണ്ടാക്കണം, പോയി പറ. എടാ സോണിമോനെ, എടാ നീ അങ്ങനെ എന്നോട് സംസാരിക്കരുത് കേട്ടോ. എടാ കഴിഞ്ഞ റെസിൽ എടാ കഴിഞ്ഞ ഇവരെന്നെ പറയണേ. എടാ എടാ സണ്ണിമോനെ, ഈ ഫാമിലി എല്ലാം കൂടെ കൂട്ടം കൂടി ഇന്ന് കര പറഞ്ഞ് പരിപാടി കാണത്തൂലേ? റെസിഡൻസ് അസോസിയേഷൻ പരിപാടിക്ക് നാടകം നടത്തിയിട്ട് നീ പറഞ്ഞു തന്ന ഡയലോഗ് മീറ്ററിലല്ലടാ ഞാൻ പറഞ്ഞത്. മീറ്ററില് ഞാൻ കശുവണ്ടി എന്ന് പറഞ്ഞപ്പോ കേശവന്റെ കുണ്ടി എന്ന് പറഞ്ഞവനാണ് മീറ്ററിൽ ഡയലോഗ് ഉണ്ടാക്കിയത്. നിങ്ങളിത് കേൾക്കണം. ഇവനുണ്ടല്ലോ ഞങ്ങളുടെ നാട്ടിലെ ക്ലബിന്റെ പരിപാടിക്ക് മാർക്കിടാൻ ഞാൻ കൊണ്ടുപോയി. ഇവനൊരു വൃത്തികെട്ട കൂളിംഗ് ഗ്ലാസും ജുബയും വെച്ച് വന്നിരുന്ന എന്നാ ഷോ ആണെന്ന് അറിയാമോ? അതങ്ങനെയൊന്നും അല്ല. ഞാൻ എവിടെ പരിപാടിക്ക് പോയാലും കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ടാ പോകാറുള്ളൂ. കൂളിംഗ് ഗ്ലാസ് വെച്ച് ജഡ്ജ്മെന്റ് ഒക്കെ നീ ആടാ കലാഭവൻ ഷാജാണോ? ഒരു മണ്ടന്മാരും മൊത്തം ഒരു കോളേജ് നാടകത്തിൽ വന്നു കയറിയ ഈ പരിപാടി എങ്ങനെയാടാ വിജയിക്കണത്? ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ വീട്ടിൽ മൊത്തം പട്ടിണിയാന്ന് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ കേൾക്കണം. അരി വാങ്ങിക്കാൻ കാശില്ല. പച്ചക്കറിയാണെ കണ്ടിട്ട് വർഷങ്ങളായി. എടാ കുളിച്ചിട്ട് തന്നെ ഞാൻ എത്ര മാസമെന്നറിയാവാ. ഇവിടെ വന്ന് ദാരിദ്ര്യം പറഞ്ഞ മാർക്ക് കൂട്ടി തരുന്ന ആരാ പറഞ്ഞു? നീ കൂടെ മാറിയുന്നേ. എന്റെ പൊന്നടവേ ഞാനൊരു കാര്യം പറയാം. ഈ നാടകം എന്തായാലും പൊളിയും. എന്നാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ എക്കണോമിക്സ് പഠിക്കുന്ന ശിവനില്ലേ, അപ്പൊ അവനെങ്ങ് വിളി. ശിവൻ വരൂല. അതെന്താടാ? അവൻ ഡയലോഗ് തെറ്റിച്ചതിന് ഡെമ്മിപ്പാമ്പ് അവനെ കൊത്തി ആശുപത്രി കിടക്കും. ഡെമ്മിപ്പാമ്പോ? ഒരു പാമ്പ് എത്രയെന്ന് പറഞ്ഞാടാ ക്ഷമിക്കണേ.